അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നേരത്തെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മഞ്ഞുകാലം ആയതുകൊണ്ട് സ്കിന്നൊരു ഡ്രൈ സ്കിന്നാണ് എൻ്റെ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രീം വാരി തേക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരുമ്പാള തുണിയും എടുത്തിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. തിരുമ്പാള തുണി അവിടെ അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിൽ കൊണ്ടുവച്ചതിൻ്റെ ശേഷം നേരെ ഞാനിതാ വിളക്ക് വയ്ക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കിണ്ടിയിൽ വെള്ളം കൂടെ ഉമർത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ സ്വാമിമാർക്ക് കാലഴുകി കയറാൻ. അതിനുശേഷം നമ്മൾ നേരെ ഇനി അടുക്കളയിലേക്ക് പോവുകയാണേ. നേരെ വന്ന് കൈയൊന്ന് സോപ്പിട്ട് കഴുകൂട്ടോ. കയ്യിൽ അത്യാവശ്യം എണ്ണ ആയിട്ടുണ്ടാവും വിളക്ക് വെച്ച് വന്നല്ലോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ വേഗത ചായക്കും ചോറിനുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ. ഒരു സമയത്തേ ഇന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? അതുവരെ 7 മണിക്കോ 6 മണിക്കൊക്കെ എണീറ്റിരുന്നവർ 4:45 5 മണിക്കൊക്കെ എണീക്കുക. ആ ഒരു ടൈമിൽ മടി നമുക്ക് തോന്നാറില്ലേ തണുത്ത വെള്ളത്തിൽ കുളിക്കുക? അതൊന്നും ഒരു കുഴപ്പമില്ല. അത് ഈ ഒരു ടൈം ആകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നൊരു മടി പോവുകയും ചെയ്യും. ഈ ഒരു സമയം കഴിഞ്ഞാൽ ആ പോയ മടി തിരിച്ച് വരികയും ചെയ്യും. അതെന്താ സംഭവം എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ചോറിൻ്റെ തീ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ രുദ്ര എണീറ്റ് വന്നു. അപ്പോൾ അവനും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വാമിമാർ കുളിച്ച് വന്നു. അവർ വന്ന് അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ രുദ്രൻ്റെ എന്നത്തെ ഒരു പാപ്പുണ്ട്, അത് ലേശം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു പാപ്പ് വെയിറ്റ് ആളിത് ആ സോഫയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ ദോശയ്ക്കുള്ള മാവ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പരിപാടികൾ നോക്കണം. നമുക്ക് ചമ്മന്തി റെഡിയാക്കാണ്ട്, ചട്നി റെഡിയാക്കാണ്ട്, പിന്നെ ഞാനിന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന തേങ്ങയും സബോളൊക്കെ ഞാനിതാ തണവ് വിടാൻ വേണ്ടി പുറത്തേക്ക് വെച്ച് കേട്ടോ, ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്, പട്ടിക്കുട്ടികൾക്കുള്ള പാല് ചൂടായിട്ടുണ്ട്. നമ്മൾ തീ നല്ല അസലായി കത്തുണ്ട് കേട്ടോ. ഈ നോലുമ്പ് തുടങ്ങിയതിൻ്റെ ശേഷം ഏട്ടൻ ഉണ്ടാക്കുന്ന ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. അതിൻ്റെ പണിയോടെ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചമ്മന്തിക്കുള്ള സബോള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചമ്മന്തി കേട്ടോ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ്. സബോള നന്നായി വഴറ്റുക, അതിൻ്റെ കൂടെ നമ്മളുടെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ടിട്ട് അതും വഴറ്റുക. രണ്ടും വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അത് ചൂടാറിക്കഴിഞ്ഞാൽ അരച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിൻ്റെ ഇട്ടിട്ട് വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി കേട്ടോ. പിന്നെ ഞാൻ വേഗം ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ നമ്മളുടെ മസാല ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ, അതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉരുളൻകിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോറ് ഊറ്റിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു മസാല വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്കത് ചോറ് വേഗം ഊറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഞങ്ങളിതുപോലെ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മളുടെ ഒരു ചീനിച്ചട്ടിയിൽ കടുകും വറ്റൽമുളകും വേപ്പിൻ്റെലൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡി. അപ്പോൾ മസാലയും ചട്നിയും ചമ്മന്തിയും ഒക്കെ റെഡി കഴിഞ്ഞ് ദോശ അങ്ങനെ ചുടുക കഴിക്കുക. എന്തായാലും അങ്ങനെ പറ്റില്ല, ചുട്ട് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ ചെയ്തത്. ഇതെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ സ്വാമിക്കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അവരെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണേ. ദേവുട്ടിക്ക് മുടി കുറച്ചുള്ളതുകൊണ്ടും പിന്നെ അവളുടെ മുടി പാറുട്ടിയുടെ മുടിയുടെ പോലെയല്ല, അങ്ങനെ കോലം മുടിയില്ലേ, അത് സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കണ പോലത്തെ അങ്ങനത്തെ ഒരു മുടി ആയതുകൊണ്ട് നമുക്ക് വേഗം ചീകിയെടുക്കാനും കെട്ടിക്കൊടുക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇതുപോലെ 2 ടിംറ്റിയും കൂടെ ഞാൻ കുത്തി കൊടുക്കട്ടെ. കുറച്ച് ബേബി ഹെയറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും പുറത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കും. പാറുട്ടിയുടെ മുടിയാണ് പ്രശ്നം. ഓൾറെഡി ആളുടെ ചുരുണ്ട മുടിയാണ്, അതിൻ്റെ കൂടെ ആൾ ശ്രദ്ധിക്കില്ല. ആൾക്ക് പറ്റണ പോലെ മുടിയൊന്നും ഉണങ്ങി അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ പിടിച്ചാണ്ട് വട്ടക്കെട്ടിട്ടൊരു ബണ്ണ് ഇട്ട് വയ്ക്കും. അത് രാവിലെ അത് വൈകുന്നേരമാണ്. ഈ 2 നേരത്തും അത് വേറെടുത്ത് എടുക്കാനാണ് എൻ്റെ സമയം ഏറ്റവും കൂടുതൽ പോകട്ടോ. ഈ ഒരു ചീർപ്പില്ലെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. അതുള്ളതുകൊണ്ട് മാത്രമാണ് ഓളെ മുടി കെട്ട് വേറെടുത്തേക്ക് എടുക്കാൻ പറ്റണത്. ആൾക്കാണെങ്കിൽ മുടി നീളം വെക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷേ അത് ഞാൻ നോക്കി നീളം വെപ്പിക്കേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒന്ന് നന്നായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ആളുടെ മുടിയുടെ തലപ്പത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്, മുടി നല്ല ഡാമേജാണ്. എന്നുവെച്ചാൽ തുടക്കത്തിലത്തെ ആ ഒരു കട്ടിയൊന്നും അവസാനം ആകുമ്പോഴത്തേക്കില്ല. അവസാനം ആകുമ്പോൾ തീരെ കനം കുറഞ്ഞിട്ടും തീരെ എണ്ണ പിടിക്കാതെ എത്ര എണ്ണയിലിട്ട് കുതിർത്തി വെച്ചാൽ ആ മുടി തലപ്പത്തേക്ക് തീരെ എണ്ണ കാണാറേ ഇല്ല പറഞ്ഞ പോലത്തെ ഒരു തരം ടൈപ്പ് മുടിയാണ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനാണെങ്കിൽ കാച്ചെണ്ണ തേച്ച് കൊടുക്കാൻ തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തീരെ പിടിക്കില്ല ഈ കാച്ചെണ്ണ. അപ്പം ഇനി മക്കൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനത് ചെയ്തിട്ടില്ല. കാച്ചാത്ത വല്ല എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ആളുടെ മുടി ആദ്യമൊക്കെ നമ്മൾ വെട്ടി ഫ്രണ്ടിൽ കിട്ടിയിരുന്നില്ല, അതൊക്കെ ഇപ്പോൾ ബാക്കിലേക്ക് മൊത്തത്തിൽ എടുക്കട്ടെ. ആൾക്ക് അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ആൾക്കും ഓരോ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെ ആ ഒരു നേരം കൊണ്ട് നമ്മൾ രുദ്ര തന്നെ കിടന്ന് ഉറങ്ങിട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാർട്ടിയുടെ കാലം ഒരു ചെറിയ ആണി പോലെ ഉണ്ടായിട്ട് അത് കീറിയിട്ട് 4 സ്റ്റിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടുണ്ട് മുറി, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ തിരുമ്പാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളുടെ പട്ടിക്കുട്ടികളും ഇത് അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് പാല് കൊടുത്തു.
അവരുടെ അമ്മപ്പട്ടി കണ്ട ഒരു കുഴപ്പമില്ലാണ്ട് കിടന്ന് ഉറങ്ങണം. ഇങ്ങനെ മക്കളെ നോക്കാണ്ട് ഒന്നും ചെയ്യേണ്ട, ആളിങ്ങനെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. ഓക്കെ, ബൈ.